നമ്മളെല്ലാവരും ദിവസേന വാട്സാപ്പ് ഉപയോഗിക്കുന്നവരാണ്. എന്നാൽ ഇനി അങ്ങോട്ട് ചില ഫോണുകളിലായിട്ട് നമുക്ക് വാട്സാപ്പ് ഉപയോഗിക്കാനായിട്ട് സാധിക്കില്ല. ആൻഡ്രോയിഡ് ഫോണുകളുടെയും അതുപോലെ ആപ്പിൾ ഫോണുകളുടെയും ചില വെർഷനുകളിലാണ് ഇത്തരത്തിൽ അടുത്ത ഏതാനും ദിവസം മുതൽ ഇനി വാട്സാപ്പ് അങ്ങോട്ട് പ്രവർത്തനരഹിതമാകാൻ പോകുന്നത്. ജൂൺ മാസം ആദ്യം തന്നെയാണ് വാട്സാപ്പ് ഇത്തരമൊരു നിയമം കൊണ്ടുവന്നത്. എന്നാൽ മെയ് മാസം അവസാനം മുതൽക്കേ തന്നെ ഈ പറഞ്ഞ നിയമം നടപ്പാക്കുമെന്ന് വാട്സപ്പിന്റെ കമ്പനിയായിട്ടുള്ള മെറ്റ അറിയിച്ചിരുന്നു. എന്നാൽ പിന്നീട് ഇതുമായിട്ട് ഉപഭോക്താക്കൾക്ക് 1-2 ദിവസം കൂടി സമയം കമ്പനി നൽകുകയായിരുന്നു. മെറ്റയുടെ എന്നത്തെയും പോലുള്ള അപ്ഡേറ്റ് പ്രക്രിയയുടെ ഒരു ഭാഗമായിട്ട് തന്നെയാണ് ഇത്തരമൊരു പഴയ സ്മാർട്ട് ഫോണുകളിൽ നിന്ന് ഇങ്ങനെ വാട്സപ്പ് ഒഴിവാക്കാനായിട്ട് ഒരുങ്ങുന്നത്. ഇതിന്റെ പ്രധാന കാരണം എന്നത് നമ്മൾ നോക്കുകയാണെങ്കിൽ സുരക്ഷ തന്നെയാണ്, സെക്യൂരിറ്റി തന്നെയാണ് ഇതുകൊണ്ട് ഇത്തരമൊരു അപ്ഡേറ്റിലൂടെ കമ്പനി ഉദ്ദേശിക്കുന്നത്. ഇനി നമുക്ക് ഏതൊക്കെ ഫോണുകളിലാണ് ഈ പറഞ്ഞ അപ്ഡേറ്റ് വാട്സപ്പ് ഉപയോഗിക്കാൻ കഴിയാതെ വരിക എന്നത് നമ്മളൊന്ന് നോക്കുകയാണെങ്കിൽ iOS 15 അല്ലെങ്കിൽ പഴയ വേർഷനുകൾ, ഇനി ആൻഡ്രോയിഡിന്റെ കാര്യമാണെങ്കിൽ ആൻഡ്രോയിഡ് 5 അല്ലെങ്കിൽ പഴയ വേർഷനുകൾ എന്നിവയിൽ നിന്നാണ് വാട്സപ്പ് ഇത്തരം പ്രവർത്തനരഹിതമാകാൻ പോകുന്നത്. ഇതാണ് ഈ പറഞ്ഞ ഫോണുകൾ എന്നത്. iPhone 5s, iPhone 6, iPhone 6 പ്ലസ്, iPhone 6s, iPhone 6s പ്ലസ്, അതും കൂടാതെ iPhone E, സാംസങ് ഗാലക്സി 4, സാംസങ് ഗാലക്സി നോട്ട് 3, സോണി എക്സ്പീരിയ Z1, LG G2, വാവേ അസൻസ് P6, മോട്ടോ G3, മോട്ടറോള റേസർ HD, മോട്ടറോള E എന്നിങ്ങനെയുള്ള കുറച്ചധികം പഴയ സ്മാർട്ട് ഫോണുകളിലാണ് ഇത്തരമൊരു കാര്യം വരാനായിട്ട് പോകുന്നത്. പഴയകാല iOS പതിപ്പുകൾക്ക് ആപ്പിൾ കമ്പനി സോഫ്റ്റ്വെയറിൽ അപ്ഡേറ്റ് നൽകാത്തതിനാലാണ് ഇത്തരം ഫോണുകൾ സുരക്ഷ വീഴ്ചയ്ക്ക് സാധ്യത ഉണ്ട് എന്നാണ് മെറ്റ കമ്പനി ഇതുമായിട്ട് അഭിപ്രായപ്പെടുന്നത്. ഇതുകൊണ്ടാണ് നിലവിലുള്ള ഏറ്റവും പുതിയ ഹാർഡ്വെയറിലേക്കും അതുപോലെ ഓപ്പറേറ്റിംഗ് സിസ്റ്റങ്ങളിലേക്കുമെല്ലാം മാറാനായിട്ട് വാട്സപ്പ് ഉപഭോക്താക്കളെ നിരന്തരം പ്രേരിപ്പിച്ചു കൊണ്ടിരിക്കുന്നതിന്റെ ഒരു വലിയ കാരണമെന്നത്. ഇപ്പോൾ തന്നെ നമുക്കറിയാം, ഒരാഴ്ചയിൽ തന്നെ 2-3 അപ്ഡേറ്റുകളൊക്കെയാണ് വാട്സപ്പ് നിരന്തരം നടത്തിക്കൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ ഏതാനും മാസങ്ങളിൽ തന്നെ ഇതുപോലുള്ള ഉപഭോക്താക്കളുടെ സ്വകാര്യതയെ സംരക്ഷിക്കാനായിട്ട് കൂടുതൽ ശക്തിപ്പെടുത്താനും വ്യക്തിഗത ഡാറ്റ സംരക്ഷിക്കുന്നതിനും ലക്ഷ്യമിട്ടുകൊണ്ട് ധാരാളം ഇതുപോലുള്ള അപ്ഡേറ്റുകൾ വാട്സപ്പ് ഇടയ്ക്കിടെ അവതരിപ്പിക്കാറുണ്ട്. ഇത്രയും അധികം കാര്യങ്ങൾ കേട്ടപ്പോൾ നിങ്ങൾക്ക് എന്തൊക്കെയാണ് തോന്നുന്നത്? നമ്മൾ ഈ പറഞ്ഞതിൽ നിങ്ങളുടെ ഫോണുണ്ടോ? എന്തൊക്കെയായാലും നിങ്ങളുടെ അഭിപ്രായങ്ങളൊന്ന് കമന്റ് ചെയ്യുക. അപ്പോൾ അടുത്തൊരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള വീഡിയോ ആയിട്ട് കാണാം. താങ്ക് യു.